Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon. എങ്ങനെയുണ്ട് മഴ? എങ്ങനെയുണ്ട്? മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ? ഭയങ്കര മഴയാണ് മിസ്. നല്ല മഴയാണല്ലേ? അതെ. ചില ജില്ലകൾക്കൊന്നും വിദ്യാലയങ്ങൾക്ക് അവധിയാണ് അല്ലെ? എറണാകുളം, കണ്ണൂർ അവധിയാ. കണ്ണൂർ അവധിയാണ്. മക്കളൊക്കെ അപ്പൊ വീട്ടിലുണ്ടാവും. പിള്ളേരൊക്കെ ഉണ്ട് വീട്ടില്. പിള്ളേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല നേരം പൊക്കോളും അല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ ആരാ പ്രയർ പാടുന്നത്? ആരാ? മാം പാടാ, ഞങ്ങൾ പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതയാം രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാ നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു മാം. ഓക്കെ. സൈനിങ് ആരാ? സൈനിങ് മാം ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. അതെ, പറഞ്ഞോളൂ. Good afternoon, ma'am and dear friends. Myself, Adira Kiran. I am happy to be here today and excited to learn and grow together. I am looking forward to an engaging section and I appreciate your guidance and support, teacher. Let's make the most of our time together and have a great class. Let's begin our class with thought and action song. Thank you, ma'am and friends. Okay. Thought. ആരാ പറയുന്നത്? ആരില്ലേ തോട്ട്? ആരെങ്കിലും ഒരാള്? മിസ് പറഞ്ഞോട്ടെ. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുന്നു എന്നല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കൽ കൂടിയാണ്. ഗാന്ധിജി. ആക്ഷൻ സോങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആരാ ആക്ഷൻ സോങ് ചെയ്യുന്നത്? ആക്ഷൻ സോങ് ആരാ ചെയ്യുന്നേ? ആരുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ഷൻ സോങ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമ്മള് പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ പഠിച്ചു അല്ലെ? എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നോ? ചെയ്തില്ലേ? ചെയ്തായിരുന്നല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പോ നമ്മള് പിയാഷയുടെ 4 സ്റ്റേജസ് ആണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4 സ്റ്റേജസ് ആണ് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ.
ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. 0 to 2 years വരെ ആയിരുന്നു. അതിൽ പറയുന്നത് എന്താണ്, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങള്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് പെർമനൻസ് ഒക്കെയാണ് കുട്ടികള്. ഒബ്ജക്റ്റീവ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ വസ്തുസ്ഥിരത. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുണിയുടെ അടിയിൽ ബോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അത് ഐഡന്റിഫൈ ചെയ്യും. തുണിയുടെ അടിയിൽ എന്തോ ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ ബോൾ ഉണ്ടെന്നുള്ളത് അവന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 0 to 2 years വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 to 7 years. അതിൽ പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു ചിത്രം നമ്മൾ പറയുകയാണെങ്കിൽ, ആരെയാണ് ചിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ അത് അവൻ ഇമേജ് ചെയ്ത് നോക്കും. ഓക്കെ, എന്താണ് ഇമേജസ്, അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ എന്താണ് വൊക്കാബുലറി ഇൻക്രീസ് ആവും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിമിസം എന്ന് പറഞ്ഞാല് ജീവനില്ലാത്ത വസ്തുക്കളോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനിൽ ഡെവലപ്പ് ആക്കുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലൂടെ. ഇനി തേർഡ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 to 11 years ആയിരുന്നു. അതിൽ പറയുന്നത് ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്, വാക്കുകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ മാസ്, വോളിയം, അതുപോലെ നമ്പേഴ്സ്, ഇതിന്റെയൊക്കെ എന്താണ് കൺസർവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്സിൽ ഒരു വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുപ്പിയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആ ഷേപ്പിൽ വ്യത്യാസം വരും, പക്ഷെ മാസിൽ വ്യത്യാസം വരില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് തുടങ്ങും. അതുപോലെ ശ്രേണീകരണം പഠിക്കും, ക്ലാസിഫിക്കേഷൻ, ഡിവൈഡ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റേജിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാല് 12 to അഡൽട്ട് വരെയുള്ള കാലഘട്ടമാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് തേർഡ് സ്റ്റേജ് ആണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് വിശദമായിട്ട് പഠിക്കാനുള്ളത്. അതാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിലൂടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ലേറ്റർ ചൈൽഡ്ഹുഡ്. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ പറയാം, 50. പേജ് നമ്പർ 50, 51. ഓക്കെ, 51. അപ്പോ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഡ്യൂറിങ് ലേറ്റർ ചൈൽഡ്ഹുഡ് children enter into Piaget concrete operational stage of creative development. നമ്മൾ പഠിക്കാൻ പോകുന്നത് പിയാഷെയുടെ 4 ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ട്. അതിനകത്തെ 3ാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് പഠിക്കുന്നത്. They begin to think logically but are unable to think in abstract terms. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ്? ഓക്കെ, ഒക്കെ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. They begin to think logically but are unable to think in abstract terms. എന്താണ് ലോജിക്കൽ തിങ്കിങ് അല്ലെ? അത് ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങും. ബട്ട് എന്താണ്
അമൂർത്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയില്ല. അവർക്ക് അബ്സ്ട്രാക്ട് ടേംസിനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അബ്സ്ട്രാക്ട് ടേംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹോണസ്റ്റി, പഞ്ച്വാലിറ്റി, അതൊക്കെ നമുക്ക് തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നോക്കാനോ പറ്റില്ല അല്ലെ? സത്യസന്ധത, ഹോണസ്റ്റി, അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി, പഞ്ച്വലായിട്ട് അല്ലെ, കൃത്യസമയത്ത് വരിക എന്നുള്ളതൊക്കെയാണ് പഞ്ച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ്, അതൊക്കെ നമുക്ക് തൊട്ട് നോക്കാനോ പിടിച്ചു നോക്കാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നും പറ്റില്ല അല്ലെ? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് കഴിവുണ്ടാവില്ല. ബട്ട് എന്താണ്, യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട്, ലോജിക്കൽ തിങ്കിങ് ചെയ്യാനായിട്ടുള്ള കഴിവ് അവരിൽ ഉടലെടുക്കുന്നുണ്ട്. Children develop powers of observation, attention, reasoning and abstract thinking. എന്തൊക്കെയാണ് അവരിൽ ഡെവലപ്പ് ആകുന്നത്? ഒബ്സർവേഷൻ എന്താണ്? നിരീക്ഷണം അല്ലെ, നിരീക്ഷിക്കാനായിട്ട്. അതുപോലെ അറ്റൻഷൻ, ശ്രദ്ധ, കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട്, ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യാനായിട്ടും. അതുപോലെ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസണിങ് എന്താണ്? യുക്തിപരമായിട്ട് അല്ലെ, ഓരോ കാര്യങ്ങളും ചിന്തിക്കാനായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. അതുപോലെ എന്താണ്? അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അമൂർത്ത ചിന്തകൾ. ഇതൊക്കെ ചെയ്യാനായിട്ട്, ഇതൊക്കെ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങുന്ന സ്റ്റേജ് ആണ്. They can focus on more than one aspects of a situation and can universally experience what happens around them. ഇനി എന്താണ്? ഓരോ സാഹചര്യത്തിൽ ഒന്നിലധികം വശങ്ങൾ, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒന്നിലധികം വശങ്ങൾ, അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടും അതുപോലെ തന്നെ അവർക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും അവർക്ക് കഴിവുണ്ടാകുന്നുണ്ട്. ഇനി നോക്കിയേ, the major development chances of cognitive ability during this period they are. ഇനി എന്തൊക്കെയാണ് ഈ സ്റ്റേജിനകത്ത് ഉണ്ടാകുന്ന, ഈ സ്റ്റേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് അല്ലെ, ഓരോ ചേഞ്ചസുകളും എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് ഇവിടെ നമ്പേഴ്സിന്റെ ഡിസോർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രിന്റിംഗിൽ അങ്ങനെയാണോ? PDF-ല് കറക്റ്റ് ഉണ്ട് മാം. കറക്റ്റ് ആണല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് വണ്ണാണ്, ഡ്യൂറിങ് ദ ബേസിക് സ്കൂൾ പീരീഡ് the child's ability to consume information and accumulate idea increase and his memory becomes more efficient. എന്താ പറയുന്നത്? During the basic school period the child's ability to consume information and accumulate idea increase and his memory becomes more efficient. അവരുടെ ബേസിക് സ്കൂൾ പീരീഡില് കുട്ടിക്ക് എന്താണ്, കുറെ കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് അല്ലെ, അവർക്ക് ചുറ്റുമുള്ള ഇൻഫർമേഷൻസ് ആഗിരണം ചെയ്യാനായിട്ട്, കൺസ്യൂം എന്ന് പറഞ്ഞാല് ആഗിരണം ചെയ്യുക അല്ലെ, അബ്സോർബ് ചെയ്യാനായിട്ട്, ആഗിരണം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എന്താണ്, ഓരോ ആശയങ്ങൾ, ഓരോ ഐഡിയാസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണ് ഡെവലപ്പ് ചെയ്യാനായിട്ടും ഇൻക്രീസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരുടെ മെമ്മറി എന്താകും, മോർ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ടും തുടങ്ങും ഈ സ്റ്റേജിൽ. മനസ്സിലായോ? കുട്ടിയുടെ എന്താണ്, കുട്ടിയുടെ ഒരു കുട്ടിയില് ആ ബേസിക് സ്കൂൾ പീരീഡ് സമയത്ത് കുട്ടി ഓരോ ഇൻഫർമേഷനും ഓരോ കാര്യങ്ങളും ആഗിരണം ചെയ്തെടുക്കാനായിട്ടും ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആഗിരണം ചെയ്യാനായിട്ടും അവന് നല്ല രീതിയിലുള്ളൊരു എന്താണ് ഐഡിയാസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവന്റെ മെമ്മറി മോർ എഫിഷ്യന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സെക്കൻഡ് പറയുന്നത്? ഹിസ് കപ്പാസിറ്റി ടു ജനറലൈസ് ആസ് വെൽ ആസ് എബിലിറ്റി ഫോർ ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസസ്. എന്താണ് പറയുന്നത്? യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിവുണ്ട് അല്ലെ, ലോജിക്കൽ തിങ്കിങ് യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവ് ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം എന്താണ്, എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ടും ജനറലൈസ് ആയിട്ട് കാണാനായിട്ടുള്ള കഴിവ് അവനിൽ വർദ്ധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ്ങും ഇൻക്രീസ് ആകുന്നു. തേർഡ് പോയിന്റ് എന്താണ്? The child become more efficient in selecting, developing and applying cognitive operations in relation to material objects. മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്താണെന്നറിയോ?
എന്താണ് നമ്മൾ സാധാരണ കാണുന്ന ഒബ്ജക്ട്സ് നമുക്ക് തൊടാൻ പറ്റുന്നത് ഇല്ലേ? മെറ്റീരിയൽ ഒബ്ജക്ട്സ്, ബുക്ക്, പേന അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട്, അതുപോലെ തന്നെ അത് നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നില്ലേ? ക്ലേ ഒക്കെ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേപ്പർ വെച്ചിട്ട് ഇല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നില്ലേ? ആ പ്രായത്തില് നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. ചെയ്യാറുണ്ടോ? നിങ്ങളുടെ കുട്ടികളായാലും എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ മണ്ണ് കൊണ്ട് തന്നെ അല്ലെ കുറെ എന്താണ് അപ്പം ചുട്ട് കളിക്കുന്നത്, അതുപോലെ തന്നെ ക്ലേ വെച്ചിട്ട് രൂപങ്ങൾ ഉണ്ടാക്കുക, പേപ്പർ വെച്ചിട്ട് ഓരോ പ്ലെയിൻ ഉണ്ടാക്കി കളിക്കുക അല്ലെ? പ്ലെയിൻ പറത്തി കളിക്കുന്നത്, അതുപോലെ ഫ്ലവർ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കുട്ടി ഈ പ്രായത്തിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, അറ്റ് ദിസ് ഏജ് the child came to life in world of make believe of which he himself is the creator. ഇനി അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ പ്രായത്തില്? അവൻ തന്നെയാണ് വേൾഡിന്റെ ക്രിയേറ്റർ എന്ന നിലയിലാണ്, അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. മനസ്സിലായോ? അവൻ തന്നെയാണ് ക്രിയേറ്റർ എന്ന രീതിയിലാണ് അവൻ ജീവിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, childs become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. അത് പറയുകയാണെങ്കിൽ മലയാളീകരിച്ച് പറയാം, പരിസ്ഥിതിയിലെ ഭൗതികവും അതുപോലെ പ്രകൃതിദത്തവുമായ പ്രതിഭാസങ്ങളെ കാരണഫലങ്ങൾ, അതിന്റെ ആ പ്രതിഭാസങ്ങളിലെ കാരണഫലങ്ങള് സംബന്ധിച്ച് കുട്ടികൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഈ ടൈമില് മഴ പെയ്തു അല്ലെ? അപ്പൊ കുട്ടി ചോദിക്കാറുണ്ട്, എന്താണ് അമ്മ ഈ ടൈമിൽ എന്താ മഴ പെയ്തത്? എന്താണ് ഇപ്പൊ മഴ പെയ്യാനായിട്ട് കാരണം? എന്തുകൊണ്ടാവാം മഴ പെയ്തത്? ചോദിക്കാറുണ്ടോ നിങ്ങളോട്? ചോദിക്കാറില്ലേ? ചോദിക്കും മാം, എങ്ങനെയാ മഴ പെയ്യുന്നത്, എവിടെ നിന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കും. അതിന്റെ കാരണഫലങ്ങൾ അല്ലെ? പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസങ്ങളാണ് ഈ മഴ പെയ്യുന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാരണങ്ങൾ. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ, ഈ ടൈമിൽ പെയ്തത് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ പെയ്യാൻ കാരണം എന്താണ്, ഇപ്പോ മഴ പെയ്തത് എന്തുകൊണ്ടാണ് നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ? അതിന്റെ കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ? അല്ലെങ്കിൽ പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയും അല്ലെ? നമ്മള് പറഞ്ഞു കൊടുക്കാറുണ്ടോ കാരണങ്ങള് ചോദിക്കുമ്പോ? കൊറേയൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെയും സംശയം. അപ്പൊ ഇവിടെ പിന്നെ ചോദിക്കാൻ പറയും, അപ്പൊ എന്ന് സ്കൂളിൽ പോണം, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു തരുമെന്ന് പറയും. ഭയങ്കര സംശയം, ഇതെന്താ ഇത്രയും വെള്ളം വരുന്ന എന്നൊക്കെ ചോദിക്കും. ഭയങ്കര സംശയവും കാലഘട്ടത്തിലെ കുട്ടികൾക്ക്, ആ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലെ ചേഞ്ചസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, 5 പോയിന്റ്സും ജസ്റ്റ് ഒന്ന് വായിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കൊടുത്തത് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മാം ഇൻ ദിസ് പോയിന്റ് അവര് ഏജ് റെഫർ ആക്കുന്നത് 7 to 11 ഇയേഴ്സ് അല്ല മാം? ഏതാടാ? ഏതിലാണ്? അറ്റ് ദിസ് സ്റ്റേജ് എന്ന് പറയുന്നില്ലേ? അപ്പൊ ഇപ്പൊ എടുക്കുന്ന ഇതില്ലേ ഡെവലപ്മെന്റ്, അത് 7 to 11 ഇയേഴ്സ്. യെസ്, ഓക്കെ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ.
there is a natural tendency in every child to become too ഇൻഡിപെൻഡന്റ്. ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ കുട്ടികൾ എന്താണ് ഓരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ടായിരിക്കും അവർക്ക് ഇഷ്ടം അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഓരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ തന്നെ ഡ്രസ് ഇട്ടോളാം എന്നൊക്കെ പറയും അല്ലെ, പറയാറുണ്ട്. തന്നെ അല്ലെ, ഇൻഡിപെൻഡന്റ് ആവാനായിട്ടാണ് അവർക്ക് ഇഷ്ടം. ഓക്കെ, ഇനി the child want to explore the moment and gain control over his or her muscles and develop a better coordination. ഇങ്ങനെയുള്ള ഈ പീരീഡുകളില് കുട്ടികൾക്ക് അവരുടെ മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടും അതുപോലെ എന്താണ് അവർക്ക് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അവരില് ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ആകുന്നുണ്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട്. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind the development of motor skills. ഇങ്ങനെ ഇപ്പൊ നമ്മള് പറയാറുണ്ട് മണ്ണിൽ കളിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് കോൺഫിഡൻസ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ മോട്ടോർ സ്കിൽസ് ഒക്കെ എന്താവും, ഡെവലപ്പ് ആവോ ഇല്ല. അവർ ഓരോ കാര്യങ്ങളും തന്നെ ചെയ്ത് പഠിക്കണം, ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കണം ഇല്ലേ. ഇപ്പൊ മണ്ണി കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും, ബാക്ടീരിയ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് ചിലപ്പോ നമ്മള് മുറിയിൽ കൊണ്ടുപോയി അടച്ചുകൂട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടോ അതെന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവാനായിട്ടോ പറ്റില്ല അല്ലെ ഇല്ലേ. ഓരോ അമ്മമാരും ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓരോ അസുഖങ്ങൾ വരും. ഇപ്പൊ എന്റെ മോൾക്ക് തന്നെ ഇപ്പൊ മണ്ണിൽ കളിച്ചിട്ട് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിരുന്നു, ചൊറിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചീത്ത പറയാറുണ്ട് മണ്ണിൽ കളിക്കുമ്പോൾ. പക്ഷെ പറയുന്നത് എങ്ങനെയാണ്, മണ്ണിൽ കളിച്ചും മഴയത്ത് കളിച്ചും ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വേണം കുട്ടികൾ വളരാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ആത്മവിശ്വാസം കുറയും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും മോട്ടോർ സ്കിൽസ് ആയാലും അവരുടെ ഡെവലപ്പ് ആവില്ല. ചിൽഡ്രൻ generally start speaking words like pa, pa, ma around 6 months and gradually their vocabulary increases. ആദ്യം ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ എന്താണ് അവരിങ്ങനെ പാ മാ പാ എന്നൊക്കെയാണ് സംസാരിച്ചു തുടങ്ങുന്നത് അല്ലെ. പിന്നീട് വളരും തോറുമാണ് അവരിൽ എന്ത് ഡെവലപ്പ് ആകുന്നത്, വൊക്കാബുലറി ഡെവലപ്പ് ആകുന്നത്. Talking to them and encourage them to talk on stage is very important their language development. നമ്മൾ ഓരോ കാര്യങ്ങളും അവരോട് സംസാരിക്കുമ്പോഴാണ് അവരും തിരിച്ചു പറയാനായിട്ട് തുടങ്ങുന്നത് അല്ലെ. നമ്മള് കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യണം, സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോ നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ സ്പീക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും, ചുണ്ടെങ്ങനെയാ പോകുന്നത് എന്ന് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് കുഞ്ഞുങ്ങളും നമ്മളോട് എന്ത് ചെയ്യുന്നത്, തിരിച്ചു പറയാൻ തുടങ്ങുന്നത്. ചില കുട്ടികളുണ്ടാവും വർത്താനം പറയാനായിട്ട് വൈകുന്നത് ഇല്ലേ. ചിലവര് പറയാറുണ്ട് വർത്താനം ഇപ്പൊ 1 വയസ്സായി എന്നിട്ട് വർത്താനം പറഞ്ഞു തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ചിലപ്പോ അവരുടെ അമ്മമാരൊക്കെ എന്താണ് ജോലിക്ക് പോകുന്നവരായിരിക്കാം. അപ്പൊ കുട്ടികളോട് ആരും പറയാൻ ചിലപ്പോ അമ്മ മാത്രം നോക്കുന്നുണ്ടാവുള്ളൂ, അമ്മ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോ അവരോട് വർത്താനം പറയാനായിട്ടോ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അപ്പനമ്മയിൽ നിന്ന് കിട്ടാനിട്ടോ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റ്സ് ചിലപ്പോ എന്താണ് കുറവായിരിക്കാം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാം, അവരെ എൻകറേജ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കണം ഓരോ കാര്യങ്ങൾ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഏർലി സ്റ്റിമുലേഷൻ ഹെൽപ്പ് ദം പ്രാക്ടീസ് മസ്റ്ററിങ് ഇൻ ദ ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളോട് ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുട്ടികളോട് നമ്മൾ ഓരോ കാര്യങ്ങളും അവരെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കണം തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട്. ഇനി എന്താണ്, there are many children who do not get the right kinds of environment during childhood. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കുറേയധികം പിള്ളേർ
ചിൽഡ്രൻസ് ഉണ്ടാവും അല്ലെ, അവർക്കൊക്കെ എന്താണ് നല്ല രീതിയിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനോ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത പിള്ളേരാണെങ്കിൽ ഇങ്ങനെയുള്ള സ്കിൽസുകളായാലും ഡെവലപ്മെന്റ്സ് ഉണ്ടാവില്ല അവർക്ക്. There is no not to put them any facility. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല, കുറവായിരിക്കും ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നത്. ഈവൻ if they have all the potent and the environmental condition prevailing at home tend to cartoon ഉള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഹിൻഡർ എന്നാക്കാം കേട്ടോ. tend to hinder, HINDER, hinder. ഒന്നും കൂടെ പറയാമോ? HINDER. കിട്ടിയോ? ആ കാർട്ടൂൺ എന്നുള്ളത് ജസ്റ്റ് വെട്ടിക്കളയാട്ടാ, ഇത് വേണ്ട, വേർഡ് വേണ്ട. ഹിൻഡർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് വീട്ടിലെ കണ്ടീഷൻസ് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ അച്ഛനമ്മമാരൊന്നും ഇല്ല, ജോലിക്ക് പോകുന്ന സാഹചര്യം, ആരും ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടില്ല. അവരുടെ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും എന്തുണ്ടാവും, ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. ഡെവലപ്മെന്റ് ഉണ്ടാവും, എന്നിരുന്നാൽ കൂടിയും മറ്റു കുട്ടികൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന കുട്ടികളോട് കൂടിയുള്ള ഡെവലപ്മെന്റ് ആയിരിക്കില്ല ഇവരിൽ നടക്കുന്നത്. ഓരോ കുട്ടികൾക്കും എന്താണ് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. മണ്ണിൽ കളിക്കരുതെന്ന് പറയാനായിട്ട് പോരുത്, അവര് കളിച്ചോട്ടെ, മഴയത്ത് കളിച്ചോട്ടെ, ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് അവർക്ക് അതുപോലെയുള്ള മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റ് എന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോ കാര്യങ്ങളും ചെയ്ത് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നോക്കിയേ, ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. ഏതൊക്കെ ഏരിയാസിലാണ് ഇങ്ങനെയുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നത്? ഏതൊക്കെ ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്? ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് കൺസെപ്ഷൻ ഫോർമേഷൻ. എന്താണ്? ആശയ രൂപീകരണം അല്ലെ, ആശയ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആണ് ഡെവലപ്പ് കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും കേൾക്കാമോ? ഇല്ല, കേൾക്കുന്നില്ല. ഇല്ല, സ്റ്റക്കായ പോലെ ഉണ്ട്. കുറച്ചു മുമ്പ് മാം പറഞ്ഞില്ലേ ഒരു സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണം, അതൊന്ന് പറയാമോ? HINDER. അത് ഏത് സെന്റൻസിലാ വരുന്നേ? ആ ലാസ്റ്റ് വരിയില് ടെൻഡ് ടു കാർട്ടൂൺ എന്നിട്ടാണ്, അത് വെട്ടിക്കളഞ്ഞിട്ട്.
ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഹലോ, മൈക്രോഫോൺ സ്റ്റക്ക് ആയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണല്ലേ പറഞ്ഞത്. ഫസ്റ്റ് വൺ ആണ് എന്ത്? കൺസെപ്ഷൻ ഓഫ് ഫോർമേഷൻ. എന്താണ്? ആശയ രൂപീകരണം നടത്താനായിട്ട് അതിൽ അങ്ങനെയുള്ള കഴിവുകൾ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് അവനിൽ ഉളവെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്കില്ലുകൾ കുഞ്ഞില് ഡെവലപ്പ് ആകുന്നു. ഇനി ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസേഷൻ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ പറയാം, രണ്ട് തരത്തിലുള്ള ഫ്ലവർ കൊടുത്തു കുഞ്ഞിന് എന്താണ്? ഒരു റോസ് ഫ്ലവറും ഒരു ജാസ്മിനും കൊടുത്തു, മുല്ലപ്പൂവും കൊടുത്തു. എന്നിട്ട് അവൻ സ്മെല്ല് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റോസ് ഫ്ലവർ ആണ്, അല്ലെങ്കിൽ മുല്ലപ്പൂ നമ്മൾ മണത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് ജാസ്മിന്റെ മണമാണ് അല്ലെ, സ്മെല്ലാണെന്ന് അറിയാൻ പറ്റും. അതാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് വേർതിരിച്ചറിയാനായിട്ടും സെൻസ് ചെയ്യാനായിട്ടുമുള്ള ഡെവലപ്മെന്റ് കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി അല്ലെ, എഫിഷ്യന്റ് ആകുന്നു. നമ്മൾ പഠിച്ചല്ലേ, മെമ്മറി ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്. എന്താണ് തിങ്കിങ്? നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് അത് റീസൺ ചെയ്യാനായിട്ടുള്ള സ്കില്ല് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. നമ്മളിപ്പോ ഒരു ആനയുടെ ചിത്രം അല്ലെങ്കിൽ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ അത് ഉണ്ടാവും അല്ലെ. വലിയ തുമ്പിക്കൈയാണ്, വലിയ ചെവിയാണ്, 4 കാലുണ്ട്, വലിയ ഭീമാകാരമായ ജീവിയാണ് എന്നൊക്കെ അവന്റെ മനസ്സിൽ അപ്പോ ഇമാജിൻ ചെയ്യാനായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ആകുന്നു. ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റും ഈ സ്റ്റേജിൽ ഉണ്ടാകുന്നുണ്ട്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്കിൽസിൽ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളാണ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രൊവൈഡിങ് എ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. വീട്ടില് പരിപോഷിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഉത്തേജിപ്പിക്കുന്നതുമായിട്ടുള്ള അന്തരീക്ഷം. കുട്ടികളിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് 4 പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, by giving them the opportunity to explore and experience. എന്താണ്? എക്സ്പ്ലോർ ചെയ്യാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള അവസരം നമ്മൾ എവിടെ കൊടുക്കണം? വീടുകളിൽ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ പറഞ്ഞില്ലേ മണ്ണെടുത്ത് കളിക്കണ്ട, ഇത് അസുഖം വരും, രോഗം വരും എന്ന് പറയാതെ അവര് അത് മണ്ണാണ്, മണ്ണ് കൊണ്ട് ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് തീപ്പെട്ടി എടുക്കുമ്പോ പറയാറുണ്ടല്ലേ, മോനെ തീപ്പെട്ടി എടുക്കല്ലേ, അത് ഒച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളും, അല്ലെങ്കിൽ തീ വരും, തീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും പറയാറില്ലേ നമ്മള്. അപ്പൊ എന്ത് ചെയ്യണം? തീപ്പെട്ടി എടുത്തൊന്ന് ഒരച്ച് കാണിച്ചു കൊടുക്കാം, തീ വരുന്നുണ്ട്, തീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പൊള്ളും എന്നുള്ളത് നമ്മള് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പൊള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് പൊള്ളൂന്ന് കുട്ടിക്ക് അറിയാം, എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കാണിച്ച് കൊടുക്കാം. അങ്ങനെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇനി എന്താണ്? ബൈ ടോക്കിംഗ് ടു ദം ആൻഡ് ബൂസ്റ്റിംഗ് ദം ടു ടോക്ക്. നമുക്കറിയാം എന്താണ്, കുറച്ച് അവരോട് നമ്മൾ സംസാരിച്ചുകൊണ്ട് അവരെ സംസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കണം. കുറച്ച് കുട്ടികൾ ഉണ്ടാവും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അച്ഛനമ്മമാര് ജോലിക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം, മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ടൊരു മടി, എന്നും ഇങ്ങനെ അടച്ചിരിക്കാനായിട്ട് അല്ലെങ്കിൽ തനിച്ചിരിക്കാനായിട്ടൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അപ്പൂപ്പന്മാരൊക്കെ എന്താണ്, അവരോട് ഇങ്ങനെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ച് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെ അവരെ തിരിച്ചു പറയാനായിട്ടുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരിങ്ങനെ ചോദിച്ച് കുട്ടികളോട് അപ്പൊ എന്താണ്, അങ്ങനെ കുട്ടികളോട് അമ്മമാരൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചു പറയാനായിട്ട്, തിരിച്ചവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇല്ലേ? ആണോ? ഇല്ല, ആരും പറയാറില്ല, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ എന്താ പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ്, ടു allowing them to ask questions and arousing their curiosity. arousing എന്ന് പറഞ്ഞാൽ ഉണർത്തുക, ക്യൂരിയോസിറ്റി അറിയാലോ, ജിജ്ഞാസ. ഓക്കെ, അപ്പൊ അവരോടൊക്കെ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, മഴ പെയ്ത്, എന്തുകൊണ്ടാണ് അമ്മ എങ്ങനെ മഴ പെയ്തേ, ജിജ്ഞാസ, ഓരോ ക്യൂരിയോസിറ്റി കൊണ്ട് അവർ ചോദിക്കും അല്ലെ. അവർക്കനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇതാണ് കാരണം, മഴ പെയ്യാനുള്ള കാരണം ഇതാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ തിരിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആണ്, ബൈ ഇൻഡൽജിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. എന്താ പറയുന്നത്, ഇൻഡൽജിങ് എന്ന് പറഞ്ഞാല് എന്താണ്, മുഴുകുക കേട്ടോ, മുഴുകുക. ഇൻഡൽജിങ്, മുഴുകുക. കുട്ടികള് ഇപ്പോ പറയുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോ എങ്ങനെയായിരിക്കും കുട്ടികള്, ഒരു കൊഞ്ചിക്കുഴഞ്ഞ് അല്ലെ, അങ്ങനെയുള്ള രീതിയിലാണല്ലേ സംസാരിക്കുന്നത്. ഒരു ടോണൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ, ടോണൊക്കെ വ്യത്യാസം ഉണ്ടാവും. കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം. എന്താണ്, ഒരു കൊഞ്ചിക്കുഴഞ്ഞ് മൃദുവായിട്ടൊക്കെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വേണം കുഞ്ഞുങ്ങളോട് നമ്മൾ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതായിരിക്കില്ല അവർക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടൊക്കെ പറയുമ്പോ എന്താണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ നമ്മളോട്. അപ്പൊ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ നമ്മളോട് സംസാരിക്കുന്നത് ആ രീതിയിൽ തിരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ 4 പോയിന്റും? ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. പിന്നെ അവരെ സംസാരം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ബൂസ്റ്റിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവരെ ക്യൂരിയോസിറ്റി അനുസരിച്ചിട്ടായിരിക്കും, ക്യൂരിയോസിറ്റി ജിജ്ഞാസ ഉള്ളത് കൊണ്ടായിരിക്കാം അവരെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് കൊടുക്കാം, ആൻസർ പറഞ്ഞു കൊടുക്കാം, ഉത്തരം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്ന പോലെ തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ തിരിച്ചും അവരോട് ചെയ്യാം. ഓക്കെ, ഇനി റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് പറയാം, പോയിന്റ്സ് ഒന്ന് ഓരോരുത്തരൊന്ന് പറഞ്ഞു നോക്കിയേ, പോയിന്റ്സ്. അയച്ചു കഴിഞ്ഞാൽ പറയണേ, ജസ്റ്റ് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. മനസ്സിലായോ? പോയിന്റ്സ് ക്ലിയർ ആയി? ആര് പറയും ഫസ്റ്റ് പോയിന്റ്? ആര് പറയും പോയിന്റ്സ്? ആരെ പറയാം? ആരെങ്കിലും പറഞ്ഞോളൂ. To provide a warm and nurturing environment. നല്ലൊരു ശാന്തമായതും അതുപോലെ കെയറിംഗ് ആയുള്ള സാഹചര്യം ടീച്ചേഴ്സ് കൊടുക്കണം. നെക്സ്റ്റ് പോയിന്റ്, to listen to them and have a dialogue instead of instructing do's and do nots.
ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഡയലോഗുകൾ പറഞ്ഞ് അവരെ ശ്രദ്ധ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതിനൊക്കെ ഒരു അവരെ ഡയലോഗുകൾ കൂടെയാണോ കൊടുക്കേണ്ടത്? ഓക്കെ, അറിയാമെന്ന് പറഞ്ഞ. ഓക്കെ, നെക്സ്റ്റ്. ടു ബി സെൻസിറ്റീവ് ടു ദെയർ ഫീലിങ്സ്. അവര് പറയുന്നതിനെ ഞമ്മ കേൾക്കണം. മീൻസ് അതിലൊക്കെ റിയാക്ഷൻ കൊടുക്കാതെ അവർ എന്ത് പറയുന്ന അവരുടെ ഫീലിങ്സ് ഒക്കെ ഞമ്മ റെസ്പെക്ട് കൊടുക്കണം. ടു സെറ്റ് എക്സ്പെക്ടേഷൻ അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. എക്സ്പെക്ടേഷൻ അവരുടെ ഏജിക്ക് ലിമിറ്റ് ആയിട്ട് ഞമ്മ എക്സ്പെക്ടേഷൻ വെച്ചിട്ടിരിക്കണം. ഇപ്പൊ കുറെ പേരൻസ് അവരെ ഏജിന് കൂടുതലായിട്ട് ഇപ്പൊ LKG UKG കുട്ടികളാവട്ടെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടി, ഈ മാർക്ക് കിട്ടുന്നവർ ഒരു എക്സാമില് ഇത് ഔട്ട് ഓഫ് ഔട്ടേ കിട്ടണം, അതല്ലാതെ ഇത് അങ്ങനെ ഫോഴ്സ് ചെയ്യാതെ അവരെ ഏജിക്ക് അനുകൂലമായിട്ട് അവരെ ഈന ഞമ്മ എന്ത് ഇതാക്കാനുണ്ടോ. പിന്നെ ടു അവോയ്ഡ് ഷോയിങ് ഫേവറിസം അമോങ് ദം. ഫേവറിസം ഇപ്പൊ 2 കുട്ടികൾ ഉണ്ടെന്നെങ്കിൽ പേരൻസില് നീ എനക്ക് അവള് ഇഷ്ടമല്ല, അവള് കൂടുതൽ, അത് കാണിച്ചുകൂടാ. ഇപ്പൊ എന്തായാലും മാറ്റി കൊടുക്കുന്നതിലും ചെറുതിന് അധികം വലുതിന് കുറവ്, അങ്ങനെ ആയിക്കൂടാന്ന് പറയുന്നുണ്ട്. ടു അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. ഇപ്പൊ വേറെ കുട്ടികളെ കണ്ടിട്ട് നമ്മളെ കുട്ടികളെ കമ്പയർ ചെയ്തൂടാ. ആ കുഞ്ഞിപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്, ആ കുഞ്ഞ് അങ്ങനെ ആയിട്ടുണ്ട്, നീ ഇല്ല, അത് ചെയ്തൂടാന്ന്. ആൻഡ് ടു ഹെൽപ് ദം, ഓക്കെ അല്ല, ടു ഹെൽപ് ദം അറ്റൈനിങ് സോഷ്യൽ ആൻഡ് എമോഷണൽ മെച്ചൂരിറ്റി. അതെന്തെന്ന് മനസ്സിലായില്ല. അറ്റൈൻ മീൻസ് സോഷ്യലായിട്ടും പിന്നെ എമോഷണലായിട്ട് അറ്റൈൻ ചെയ്യാനാ. ഇപ്പൊ എന്തായെങ്കിലും മീൻസ് ഒരാള് കുഞ്ഞുങ്ങളെ പുറത്തിറക്കാതെ ഉള്ളിൽ തന്നെ കൂടി അങ്ങനെ പറഞ്ഞതാ. അതെന്തെന്ന് ലൈൻ മനസ്സിലായില്ല മാം. ഓക്കെ, അടുത്ത് വന്നിട്ടുണ്ട്, പോയിന്റ്സ് അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഡെലിക്കേറ്റ് ഇൻ ബിഹേവിയർ ടുവേർഡ്സ് ദം. ടു ബി ഡെലിക്കേറ്റ് മീൻസ് ഞമ്മ അവരെ റെസ്പെക്ട് ചെയ്യുന്ന അങ്ങനെ പറയുന്നത് മാം. ബിഹേവിയർ ദം മീൻസ് ഞമ്മ എങ്ങനെ സംസാരിക്കും അത് അവരോട് നമുക്ക് തിരിച്ചു കിട്ടും, ആ അർത്ഥത്തിലാ. ലാസ്റ്റ് അത് 2 പോയിന്റ് മനസ്സിലായി, ബട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയൊന്നില്ല. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? ആരുമില്ല, മനസ്സിലായവര്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ടു പ്രൊവൈഡ് എ വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ്. ഒരു വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഊഷ്മളമായ, അതുപോലെ തന്നെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് എന്താണ്? ടു ലിസൺ ടു ദം ആൻഡ് ഹാവ് എ ഡയലോഗ് ഇൻസ്ട്രക്റ്റിംഗ് ഡു ഡൂസ് ആൻഡ് ഡു നോട്ട്സ്. എന്താണ് ചെയ്യേണ്ടാത്തത്, അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറയാതെ അവര് ചിലപ്പോ പറയുന്നത് നമ്മൾ കേൾക്കണം. മനസ്സിലായോ? ഇപ്പോ എന്റെ മോളിപ്പോ അവള് വീട്ടില് വേറെ കുഞ്ഞുങ്ങള് ഒറ്റാളല്ലേ ഉള്ളൂ, കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അപ്പാപ്പനെ കൂടിയാണ് കളിക്കുന്നത്. അപ്പോ ചില സമയത്ത് പപ്പ ഇവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യണം എന്ന് പറയുമ്പോ അപ്പാപ്പന് മനസ്സിലാവില്ല. അപ്പൊ എന്തെങ്കിലും ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഇരിക്കില്ല എന്നൊക്കെ പറയുമ്പോ അവൾക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ പറയാതെ അവള് പറയുന്നത് കേട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവള് എന്താണ് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വന്ന് ചിലപ്പോ ചീത്ത പറയും, ചിലപ്പോ തല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് നോക്കി എന്താണ് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. മനസ്സിലായോ? ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത് എന്ന് പറയാതെ അത് കേട്ട് മനസ്സിലാക്കി അവരെന്താണോ കുഞ്ഞുങ്ങൾ എന്താണോ നമ്മളോട് പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാനായിട്ട്. ഇനി എന്താണ്? ടു ബി സെൻസിറ്റീവ് ടു ദെയർ ഫീലിങ്സ്. അല്ലെ, കുഞ്ഞുങ്ങളുടെ ഫീലിങ്സ് എന്താണ്? സെൻസിറ്റീവ് ആണ്, എപ്പോ വേണമെങ്കിലും മാറാം. അല്ലെ, ചിലപ്പോ ഇപ്പൊ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ചിലപ്പോ ദേഷ്യം വരാം കുറച്ച് നേരം കഴിയുമ്പോൾ. അല്ലെ, സെൻസിറ്റീവ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം അവരോട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട്. ഇനി എന്താണ്? ടു സെറ്റ് എക്സ്പെക്ടേഷൻസ് അക്കോർഡിംഗ് ടു
ഏജ് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. അങ്കിത പറഞ്ഞ പോലെ എന്താണ്, ഇപ്പോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് 10ാം ക്ലാസ്സിലെ സിലബസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ മാത്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയുന്നുണ്ടല്ലേ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതി പറയാറുണ്ടല്ലേ, പ്രാസങ്ങൾ പറയാറില്ലേ നമ്മള്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോ കുട്ടിക്കും ഓരോ എന്താണ് എബിലിറ്റി ഉണ്ട്, അവന്റെ ഏജിനനുസരിച്ചുള്ള കഴിവുണ്ട് അല്ലെ. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോ LKG കുട്ടി LKG പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്, LKG പ്രായമുള്ള കുട്ടീനെ കൊണ്ട് 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ്, അവന്റെ ഏജിനനുസരിച്ചുള്ള എബിലിറ്റി അവനുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം അവനോട് പെരുമാറാനായിട്ട്. ഇനി എന്താണ്, ടു എബൌട്ട് ഷോയിങ് ഫേവറിറ്റിസം അല്ലെ, ഫേവറിസം പാടില്ല. അതുപോലെ എന്താണ്, മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അവൻ അതുണ്ട് അല്ലെങ്കിൽ അവൻ നല്ലോണം പഠിക്കും, അങ്ങനെ നമ്മുടെ കുട്ടികളോട് പറയാനായിട്ട് പാടില്ല, കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഇനി എന്താണ്, ടു ഹെൽപ്പ് ദം ടു അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കണം അവരെ. ഇപ്പൊ എന്താണ്, ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിച്ചു കൊടുക്കുക. സോഷ്യൽ ആയിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അല്ലെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് മാറി നിൽക്കാതെ എന്താണ് ആ സിറ്റുവേഷൻ തരണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഒരു മെച്യൂരിറ്റി അങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുത്ത്, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആയി പോകാതെ അത് നല്ല രീതിയിൽ എന്താണ് മെച്യൂർഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു മെച്യൂരിറ്റി കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കണം നമ്മൾ. ഇനി എന്താണ്, ടു ഡെലിഗേറ്റ് ഇൻ ബിഹേവിയർ ടുവേർഡ്സ് ദം. കുഞ്ഞുങ്ങളോട് നല്ല രീതിയിൽ മൃദുവായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പാരന്റ്സും ടീച്ചേഴ്സിന്റെ റോളായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് മൃദുവായിട്ട് പെരുമാറാം. കുഞ്ഞുങ്ങൾ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാല് മൃദുവായ അങ്ങനെയുള്ള രീതിയിൽ, അങ്ങനെയുള്ള ബിഹേവിയറിൽ അവരോട് നമ്മൾ പെരുമാറാം. ഇനി ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് നല്ല രീതിയിൽ ഒരു ഊഷ്മളമായ ഒരു പരിപോഷിപ്പിക്കുന്ന ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എന്താണ്, അവര് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയാതെ അവര് പറയുന്നത്, അവർക്ക് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ പറയാനുള്ളത് അത് കേട്ടിട്ട് വേണം നമ്മൾ അടുത്ത ഡയലോഗ് പറയാൻ അല്ലെ. നമ്മൾ പറയുന്നത് അവര് കേട്ട്, അവര് നമ്മളോട് എന്താണോ പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യില്ല അത് ചെയ്യില്ല എന്ന് പറയാൻ പാടുള്ളൂ നമ്മൾ. അവര് നമ്മളോട് എന്താണോ പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഫീലിംഗ് അല്ലെ. അവരുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് സെൻസിറ്റീവ് ആണല്ലേ, ചിലപ്പോ ഹാപ്പി ആയിട്ടിരിക്കാം, ചിലപ്പോ അപ്പൊ തന്നെ മാറാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളോട് പെരുമാറാനായിട്ട്. അതുപോലെ തന്നെ അവന്റെ ഏജിനനുസരിച്ചിട്ടുള്ള പ്രതീക്ഷകൾ മാത്രമേ നമ്മൾ നോക്കാനായിട്ട് പാടുള്ളൂ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതി ആവരുത്. ഓക്കെ, LKG കുട്ടീനോട് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4ലെ മാത്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അവൻ അതിനുള്ള എബിലിറ്റി ഉണ്ടാവില്ലല്ലേ. LKG പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു 6 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സുള്ള ഒരു എബിലിറ്റി ആയിരിക്കും അവനുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന സാഹചര്യം ആവരുത്. അതുപോലെ തന്നെ എന്താണ്, ഫേവറിസം പാടില്ല. മറ്റു കുട്ടികളോട് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും കുട്ടികളില് മെച്യൂരിറ്റി വളർത്തിയെടുക്കാം, ഗെയിൻ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ മൃദുവായിട്ട് അല്ലെ, കുട്ടികളെ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ രീതിയിൽ വേണം അവരോട് പെരുമാറാനായിട്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പോർഷൻ എടുക്കാനായിട്ട് ടൈം ഇല്ല. അപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചു വരാം കേട്ടോ. നെക്സ്റ്റ് പോർഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം.
ഇത്രയും വരെ ഇന്ന് എടുക്കുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ബാക്കി ഭാഗം. ചെറിയൊരു പോർഷനുള്ളൂ. ഇനി ആരാ സൈൻ ഔട്ട് പറയുന്നത്? ആരാണ്? ആരുമില്ലേ സൈൻ ഔട്ട് പറയാനായിട്ട്? ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. രമ്യ എന്ന പേര്. Good afternoon, ma'am. Myself, Remya Thomas. I would like to thank you, ma'am, for your guidance and support throughout the lessons. Your explanations and examples helped us understand. Today, discuss the topic intellectual development, areas of mental development, providing a nurturing and stimulating environment at home, and the role of parents and teachers. Thank you, ma'am, again, and thank you, my dear friends. Have a nice day. Thank you. Okay, thank you. Next class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss.